പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ചില പാഠങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ തമ്മിൽ ഒത്തിരി ദിവസത്തെ ഗ്യാപ്പ് വീണ് അതെനിക്ക് ചില സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നാലും നിങ്ങളെ മുന്നിലേക്ക് എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് നമ്മൾ 5 വയസ്സ് വരെ നമ്മൾ നല്ല സ്നേഹവും കാര്യങ്ങളും അതും ഇതും എല്ലാം കൊടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നമ്മൾ നല്ല വിദ്യാഭ്യാസം, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുക. അമിതമായിട്ടുള്ള ലാളനയും അമിതമായിട്ടുള്ള സ്നേഹവും ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷമാണ്. വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുത്ത് അവിടുത്തെ ഉള്ള നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ അതിനുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഏറ്റവും നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ. മൂത്തവരെ ബഹുമാനിക്കാനും മൂത്തവരോട് സ്നേഹം കാണിക്കാനും കരുണ കാണിക്കാനും ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. നമ്മളെ വീട്ടിൽ നമ്മളെ മാതാപിതാക്കളാണ് കൂടുതലും നമ്മളെ കുട്ടികളെ പല പല കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കേണ്ടത്. അല്ലാതെ വിദ്യാഭ്യാസത്തിലൂടെ മറ്റൊന്നും കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം മാതാപിതാക്കളുടെ സ്നേഹവും കാര്യങ്ങളും ഐക്യവും കണ്ടു വേണം പിള്ളേർ വളരാനും ഈ സമൂഹത്തിൽ നല്ല കുട്ടികളായി ഇത് ചെയ്യാൻ. മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളിൽ ഒന്നും ചെന്ന് പെടാതെ കുട്ടികളെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും സ്നേഹത്തോടെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്കത് മനസ്സിലാവും. അവർ നല്ല കുട്ടികളായി വളർന്നു വരും. അതല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ട് അവർ എന്തെങ്കിലും കാണിക്കുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് പറയുകയും മറ്റുള്ള കാര്യം ഇതിലേക്ക് അടിക്കാനും പിടിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് വാശി കൂടത്തേ ഉള്ളൂ. കുട്ടികൾക്ക് വാശി കൂടി വീണ്ടും വീണ്ടും അവർ ആ പ്രവൃത്തി കാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒന്നും പോകാതെ നമ്മൾ നല്ല ശിക്ഷണത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അവർക്കുള്ള അടുക്കും ചിട്ടകളും കാര്യങ്ങളും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ഒരു കുട്ടിയെ നമ്മൾ സമൂഹത്തിന് നല്ലൊരു പൗരനാക്കി അല്ലെങ്കിൽ ഒരു പൗരയാക്കി മാറ്റുന്നത്. അല്ലാതെ നമ്മൾ ഒരു രീതിയിലും അവരെ ഒരു സമൂഹത്തിന് കൊള്ളാത്തവരാക്കി ഒരിക്കലും വളർത്തിക്കൊണ്ടുവരരുത്. ഇത്രയൊക്കെയാണ് എൻ്റെ ചെറിയ അറിവിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.